ഉണ്ടല്ലോ ഗൈസ് പറിച്ചു മാറ്റാൻ പറ്റും. ഗൈസ് എന്റെ സിസ്റ്റം വീണ്ടും സ്റ്റട്ടറിങ് ആവുവാടാ. എനിക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് സ്റ്റട്ടറിങ് ആവേണ്ടി. ഇതെന്താണ് അഡീഷണൽ പോസിബിലിറ്റിയാ. നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനാ. എനിക്ക് തോന്നുന്നു ഇതെന്താണ്. ഓ ഇങ്ങനെ നമുക്ക് ഗൈസ് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അങ്ങനെയാണ് കണ്ട ഇത്ര വലുതായി കഴിയുമ്പോ അവിടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ചെടുത്ത് മാറ്റാൻ പറ്റും ഗൈസ്. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഓനുള്ളൂ അധികൃതം ഞാൻ മാറ്റി. ഇറ്റ്സ് ടൈം ടു ചെക്ക് മൈ ലാപ്ടോപ്പ്. എടാ ഇവിടെയാണ് ഗൈസ് നമ്മൾ താമസിക്കണേ. ഇതേ കണ്ട എന്റെ ഉണ്ട ഞാൻ മൊത്തം വലുതാക്കുകയാണെങ്കിൽ ഒറ്റടി കണ്ട ഗൈസ് ഈ ചെടിയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞാണ്ട് അത്രേ ഉള്ളൂ. നമ്മുടെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞേക്കണേ. എന്തായാലും ഈശി പൂശി ഗൈസ് ഇതാണ് എന്റെ വീട് ഗൈസ്. ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ എന്താണ് ഗൈസ് ഇങ്ങനെ പാണ്ട് പിടിച്ചിരിക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്യണേന്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതൊക്കെ എല്ലാം നമുക്ക് ക്ലീൻ ആക്കണ്ടേ. ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കണേ എനിക്കറിയാൻ പാടില്ലല്ലോ ഗൈസ്. എനിക്കറിയാൻ പാടില്ലല്ലോ ഇത് എങ്ങനെ ക്ലീൻ ആക്കണ്ടേന്ന്. ആ പ്ലേറ്റ് ഞാൻ അവിടെ വെച്ച് ഗൈസ് ഇതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ആക്കണേ. ക്ലീനിങ് നോട്ട് അവൈലബിൾ യെറ്റ്. നമുക്കിപ്പോ ക്ലീനിങ് അവൈലബിൾ അല്ല അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഗൈസ് ഈ റൂം മൊത്തം ക്ലീൻ ആക്കിയത്. നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ അണ്ണൻ ഇങ്ങനെ അളിയ നമ്മുടെ കക്കൂസ് ഇത് ചെയ്തു. ജാമ്പോവാന്റെ കാലത്തെ കക്കൂസാന്ന് തോന്നുന്നു. ക്ലോസറ്റ് പോലും നമ്മൾ കഴുകാറില്ല. ഇവിടെ നമ്മൾ കുളിക്കാൻ സോപ്പൊക്കെ ഉപയോഗിക്കാറുണ്ടാ. സോപ്പൊക്കെ നമുക്ക് അലർജി എന്നാണ് എനിക്ക് തോന്നണേ. അതൊന്നുമില്ല ഏട്ടാ. കിടന്നുറങ്ങാൻ പറ്റും ഗൈസ്. ഇതെന്ത് ചീഞ്ഞ ഒരു കട്ടില്ലാണ്ട് നമ്മൾ കിടന്നുറങ്ങണേ. വീതി പോലും നമ്മൾ മാറ്റിയിട്ടില്ല ഗൈസ്. നമ്മൾ ഭയങ്കര ലേസി ആണെന്ന് തോന്നുന്നുണ്ട്. ഈ ലേസിനെസ് ഒക്കെ നമുക്ക് മാറ്റി അടിപൊളിയാക്കണം. നമ്മുടെ അടുത്ത് ലാപ്ടോപ്പ് ചെക്ക് ചെയ്ത് നോക്കാനാണ് ഗൈസ് പറഞ്ഞേക്കണേ. ലാപ്ടോപ്പ് ആണ് ഇവിടെ ഉണ്ട് ഗൈസ്. ഈ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നാണ് നമുക്കുള്ള ജോലികളൊക്കെ കിട്ടണത്. പിന്നെ അതിനകത്ത് നമുക്ക് ഹൗസ് ബൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഹൗസ് സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇപ്പൊ ഉണ്ടല്ലോ ഹൗസ് ബൈ ചെയ്യാനായിട്ടുള്ള സംഗതികളൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്കുണ്ടല്ലോ നോർത്ത് ലെവി വില്ലേ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്. ആ ജോബ് എന്താന്ന് നമുക്ക് നോക്കാം ഗൈസ്. ജോബ് എന്താന്ന് നമുക്ക് നോക്കാം. മാപ്പ് ഓഫ് ജോബ് കണ്ട ഗൈസ്. ഇത് എടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെയാണ് നമുക്ക് ജോബ് കിട്ടും ഗൈസ്. ഇവിടെ എന്തോ ജോബ് ഉണ്ട് കേട്ടാ. എടാ ഇത് നമ്മുടെ കംപ്ലീറ്റ് മാപ്പ് ഉണ്ട് ഗൈസ് ഗെയിമിന്റെ. ഇത് കണ്ടോ സൺസെറ്റ് ബേ കോസി വില്ലേജ് അങ്ങനെയുണ്ടല്ലോ. ഇതിനകത്ത് എല്ലാ സ്ഥലത്ത് പോയിട്ടും നമുക്ക് ജോലി എടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. കണ്ട ഇത്രയും ജോലി നമുക്കുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നോർത്ത് ഇവിടെ ആയിട്ടല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ എങ്ങനെയാണ് ജോലി എടുക്കണേ. ഇതിനകത്ത് ഞെക്കിയാ മതിയാ. ഇവിടെ ഞെക്കുമ്പോ നമുക്ക് കിട്ടും എക്സ് ബോയ് ഫ്രണ്ട് സ്റ്റോൾ ദി റേഡിയേറ്ററാ. കാരോലിൻ സ്മിത്തിന്റെ അടുത്ത് ക്ലീനിങ് ഗരാജ്. എക്സ് ബോയ് ഫ്രണ്ട് സ്റ്റോൾ ദി റേഡിയേറ്റർ ഫ്രം മൈ ഹൗസ്. ഈ പെണ്ണിന്റെ അടുത്ത് നമുക്ക് ജോലി കിട്ടണേ. ഇവളുടെ പേര് സാറാന്നാണ്. സാറയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവളുടെ വീട്ടിലായിട്ടുണ്ടല്ലോ ഗൈസ് എന്താണ് ബ്രോക്ക് ചെയ്ത് കയറിയിട്ടുണ്ടല്ലോ. അവിടുത്തെ റേഡിയേറ്റർ മോഷ്ടിച്ചോണ്ട് പോയി. അപ്പൊ ഇപ്പൊ റേഡിയേറ്റർ ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ ഗൈസ് രാത്രി അവള് തണുത്ത് വിറയ്ക്കാന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ്. അതാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കണ ജോബ്. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. സാറയുടെ അടുത്തോട്ട് പോയി നോക്കാം. ഫ്രീ ആയിട്ടൊന്നും ഇല്ലട്ടോ. നമുക്ക് നല്ല പൈസ എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും. ഫിറ്റ് ചെയ്ത റേഡിയേറ്റർ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് ഞാൻ തിരിച്ചു എത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ അത് തന്നെ റേഡിയേറ്റർ എങ്ങനെയായിരിക്കും അവൻ എടുത്തോണ്ട് പോയി. എന്നാലും കൊണ്ടുപോയി. ശരിയാക്ക സാറാ. കണ്ട കൈ സാറ നമുക്ക് പറഞ്ഞു തന്നിട്ടോ റേഡിയേറ്റർ അവർ എടുത്തോണ്ട് പോയിന്ന്. എക്സ് ബോയ് ഫ്രണ്ട് സ്റ്റോള്. എക്സ് ബോയ് ഫ്രണ്ട് ആണ് ഗൈസ്. പകരം വീട്ടിലായിരിക്കും. അവിടെ രാത്രി തണുത്ത് പറിച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചോണ്ട് യു ഗോട്ട് ദി മോപ്പ്. നമുക്കൊരു മോപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ മോപ്പ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് ഇതാണ് സാറയുടെ വീട്. ചെറിയ ഒരു ബ്യൂട്ടിഫുൾ പീപ്പിൾസ് ഗൈസ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അല്ല. ഇത് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തുണ്ടല്ലോ ഗൈസ് നമ്മുടെ അടുത്ത് റിമൂവ് ട്രാഷ് ക്ലീൻ ഡയറക്റ്റ് മൗണ്ട് ഡിവൈസ്. എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് ഇങ്ങനെ മാറ്റാൻ നേരത്ത് കണ്ട ഈ സാധനങ്ങളൊക്കെ. ഇതെന്നാലും നന്നായി ഗൈസ്. ഇത് വലുതാക്കിയിട്ട് നമുക്ക് എല്ലാം ഒറ്റയടിക്കട്ടല്ലോ ഗൈസ്. എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. ചില സാധനങ്ങളൊന്നും എടുത്ത് മാറ്റാൻ പറ്റില്ലാട്ടാ. നമുക്ക് ടേബിളൊക്കെ ഇനി ഉണ്ടല്ലോ ഗൈസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞേക്കണേ. നമുക്ക് വേണം നോക്കാലോ. കസേര ഇതൊന്നും എടുക്കാൻ പറ്റില്ലാട്ടാ. നമുക്ക് ചില സാധനങ്ങളാണ് ഗൈസ് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. കണ്ട ഇവിടുത്തെ കുപ്പി. ഈ കുപ്പി ഒന്നും മാറ്റാൻ പറ്റില്ല. ഈ സാധനം ഒന്നും മാറ്റാൻ പറ്റില്ലാട്ടാ. ഇവിടെ നമ്മള് ഫുള്ള് ക്ലീൻ ആക്കിയിടാ. ഫ്രിഡ്ജ് ഓപ്പൺ ആക്കി നോക്കണം. ഇതിന്റെ അകത്ത് എന്താണ് ഇത് സാറയുടെ ബെഡ്റൂമാന്ന് തോന്നുന്നു. ഇത് നമ്മൾ മൊത്തം പണി ചെയ്യണമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഇവിടെ മൊത്തം ക്ലീൻ ആക്കണം. താഴെ പിസ ഒരാഴ്ച പഴക്കമുള്ള പിസ അല്ലാത് അല്ലെ ഫംഗസ് ഒക്കെ പിടിച്ചിരിക്കുകയാണ്. ഈ മുറിയിൽ ഇതുണ്ടല്ലോടാ റേഡിയേറ്റർ ഉണ്ടല്ലോ. ഈ റൂമിൽ റേഡിയേറ്റർ ഉണ്ട് ഗൈസ്. ഇതാണ് റേഡിയേറ്റർ. ചൂടാവാനുള്ള റേഡിയേറ്റർ. ഓപ്പൺ. ഇതിനുള്ള എന്തെങ്കിലും ഉണ്ട്. എന്തെങ്കിലും കാശിന്റെ അല്ലെങ്കിൽ വേറെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാറ്. ഈ ഫ്രിഡ്ജൊക്കെ അടിച്ചു മാറ്റിയാലുണ്ടല്ലോ പെട്ടെന്ന് മനസ്സിലാവും ഗൈസ്. തുറക്കടാവേ പോട്ടെ ഞാൻ. എന്തായാലും ഈ മുറി നമ്മൾ ഏകദേശം റിമൂവ് ട്രാഷ്. ഇവിടെ ഇനിയും ട്രാഷ്
ട്രാഷ് മാറ്റാനുണ്ടാ? ഇവിടെ എന്ത് ട്രാഷാണ് ഗൈസ് മാറ്റാനുള്ളേ? എന്തോ ഇവിടെ ട്രാഷ് മാറ്റാണെന്ന് കാണിച്ചിട്ടുണ്ട്, എനിക്കറിയാൻ പാടില്ല. ആ ഇതിന്റെ മേളിൽ ഒരു പെട്ടി ഉണ്ടായി, മാറ്റി. ഓരോ റൂമിലുണ്ടല്ലോ ഗൈസ് എത്രത്തോളം ട്രാഷ് ഉണ്ടെന്നൊക്കെ ഇതിനകത്ത് കാണിക്കും. ഇതിനകത്ത് ട്രാഷ് നമ്മൾ മൊത്തം മാറ്റി ഗൈസ്, ഇനി ക്ലീൻ ആക്കണം. ഓ ഇവിടെ ട്രാഷ് ഉണ്ടാ? ഇവിടെ അങ്ങനെ വലിയ ട്രാഷ് ഒന്നും ഇല്ലല്ലോ. റിമൂവ് ട്രാഷ്. ഇവിടെ എന്താണ് ട്രാഷ് ഉള്ളേ? കക്കൂസിൽ അങ്ങനെ ട്രാഷ് ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് കക്കൂസ് ക്ലീൻ ആക്കാനുള്ളൂ എന്നാ തോന്നണേ. ഇത് തുറക്കേണ്ടി നേരെ പുറത്തേട്ട് അടുക്കള എന്ന് പറയാനായിട്ട് ആള് തന്നെയാണ് ഗൈസ് അടുക്കള, വേറെ പ്രത്യേകത ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ മോപ്പ് എടുത്തിട്ടുണ്ടല്ലോ ഗൈസ്, നമുക്ക് ചേഞ്ച് ടൂള് കണ്ട ക്ലീനിങ് ടൂള് ഞാൻ എടുക്കണം. മോപ്പ് എടുത്തിട്ട് നമ്മള് ഇനി ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കണം. കണ്ട ഗൈസ് തുടക്കാൻ നേരത്ത് നമ്മുടെ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ കണ്ട ക്ലീൻ ഡയറക്റ്റിന്റെ അടുക്കളയുടെ ഇവിടെ ക്ലീൻ ആക്കാൻ നേരത്ത് കണ്ട ക്ലീനിങ്ങിന്റെ ലെവലൊക്കെ കൂടി വന്നോണ്ടോ. അങ്ങനെ ഗൈസ് മനസ്സിലായ? യോ സെറ്റ് സെറ്റ് സെറ്റ്. എനിക്കെന്തോ യു ആർ ഇംപ്രൂവിംഗ് ആ. നമുക്കെന്തോ സ്കിൽ പോയിന്റ് കിട്ടിയെന്നാണ് പറഞ്ഞേക്കണേ. അതെങ്ങനെയാണ് സ്കിൽ പോയിന്റ് എടുക്കണേ? ഇതാണ് സ്കിൽ പോയിന്റ്. യോ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പെനിട്രേറ്റിംഗ് വിഷൻ, ഫാസ്റ്റ് ഹാൻഡ്, ലോങ് റേഞ്ചാ. നമുക്ക് മോപ്പ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ് അപ്ഗ്രേഡ്. ഇത് മോപ്പ് അപ്ഗ്രേഡ് ചെയ്യണയാണ്. നമുക്ക് എന്തായാലും ഇപ്പൊ മോപ്പ് അപ്ഗ്രേഡ് ചെയ്തേക്കാം. യോ എനിക്ക് പുതിയ മോപ്പ് കിട്ടി ഗൈസ്. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് തൂക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. കണ്ടാ തൂക്കടാ അങ്ങ്. ലെറ്റ്സ് ഗോ ഗൈസ്. അത്രേ ഉള്ളടാ. നമ്മളിവിടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കി കഴിയാണ്. സെറ്റാണ് ഈ തറ നമ്മൾ ക്ലീൻ ആക്കി. നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം നമ്മൾ മൊത്തം ക്ലീൻ ആക്കി എല്ലാം സെറ്റ് ആക്കുക കേട്ടാ. 93% ഇവിടുത്തെ ഡേറിന് ഞാൻ കളഞ്ഞിട്ടുണ്ടാ. 100%. ലെറ്റ്സ് ഗോ ഗൈസ്. മൗണ്ട് ഡിവൈസ്. ഇവിടെ നമ്മള് ഇത് കൊണ്ടുപോയി വെക്കണം എന്ന് തോന്നുന്നു ഗൈസ്. ഇവിടുത്തെ ഇതാണ് എടുത്തോണ്ട് പോയത്. ഇത് റേഡിയേറ്റർ. എങ്ങനെയാണ് റേഡിയേറ്റർ അവിടുത്തെ എങ്ങനെ ഇവിടെ കൊണ്ടുപോയി വെക്കണ്ടേന്ന് എനിക്കറിയില്ല. എന്നാലും ബാക്കിയുള്ള സ്ഥലത്തെ എല്ലാ മുറിയിലെ ഡേർട്ടൊക്കെ നമുക്ക് ക്ലീൻ ആക്കണ്ടേ. ഈ കണ്ണാടിയുടെ ഇവിടെയൊക്കെ ഇതൊന്നും എക്സ് ബോയ് ഫ്രണ്ട് ചെളി വെച്ച് തേച്ചതല്ലായിരിക്കും കേട്ടോ. സാറ് ഇവിടെ ക്ലീൻ ആക്കാത്തയാണ് ഗൈസ്. അവർക്ക് ക്ലീനിങ് അലർജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് കറക്റ്റ് സമയത്ത് പൈസ കിട്ടിയാൽ മതി. ഇതിന് ഇവിടത്തെ ക്ലീൻ ആക്കി ഗൈസ്. അത്രേ ഉള്ളൂ. ഇത് കക്കൂസില് പക്ഷെ നമുക്ക് എന്തോ റിമൂവ് ട്രാഷാ. ക്ലോസറ്റിന്റെ ഉള്ളിൽ ഇനി വല്ലത് ഇട്ടു വെച്ചിട്ടുണ്ടോ? അതാണ് ട്രാഷ് റിമൂവ് ചെയ്യാനുള്ളത്. അറിയാൻ പാടില്ല കേട്ടാ. നോക്കണം ഗൈസ്, നോക്കണം. എടാ ഈ കണ്ണാടി തൂക്കണ. ചിലപ്പോ ഇനി കണ്ണാടി തൂക്കാനാണ്. ഈ ബാത്ത് ടപ്പൊക്കെ നമുക്ക് തുടക്കണമെന്ന് തോന്നണൂലേ. അത് തന്നെ ഗൈസ്, അത് തന്നെ. പക്ഷെ ട്രാഷ് ചെയ്താടാ. ഇത് പുറത്തിട്ട് വെക്കണം ഈ സ്റ്റൂള്. ഇവിടെ ട്രാഷ് ഉണ്ടാ? റിമൂവ് ട്രാഷാ. ഇതാണ് ട്രാഷ് ഗൈസ്. ഇതിന്റെ മേളില് അത് ലൈറ്റ് അല്ലേ ഗൈസ്. ഈ ക്ലോസറ്റ് ഓപ്പൺ ആക്കി നോക്കണ. ഗൈസ് ഇവിടെ ഒരു ടോയ്ലറ്റ് പേപ്പർ താഴെ ഇരിക്കണ്ടായിടാ. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അതെങ്ങനെ എടുത്തപ്പോ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ടോ. റൂം മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ടാ. ഇനി നമുക്ക് റേഡിയേറ്റർ ഇവിടെ കൊണ്ടേ വെക്കണം. റേഡിയേറ്റർ വെക്കണം എങ്ങനെയാണ്? അതാണ് എനിക്കറിയില്ലാത്ത. യുവർ ടാബ്ലറ്റ് ഫ്രം നോ യു ഹാവ് എ ടാബ്ലറ്റ് അറ്റ് യുവർ ഡിസ്പോസൽ. ഗൈസ് നമുക്ക് ടാബ്ലറ്റ് എടുക്കണം. എന്നിട്ട് അതിനകത്ത് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അങ്ങനെ പറ അല്ലേ. ടാബ്ലറ്റ് ഏതാണ്? അതെ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ബാൽക്കണി അല്ല, നമുക്ക് എന്തായിട്ടാണ് വേണ്ടേ? നമുക്ക് ആക്സസറീസ് ആണ് ഗൈസ് വേണ്ടത്. അതിനകത്ത് ഞാൻ നോക്കട്ടെ. ഇലക്ട്രോണിക് എക്യുപ്മെന്റിലായിരിക്കൂലേ. ഗൈസ് റേഡിയേറ്റർ. അത് പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് കിട്ടണേന്ന് തോന്നുന്നു. ഗൈസ് നമുക്ക് ഇവിടെ ഒത്തിരി നമുക്ക്